ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മുമ്പേ വിക്ടോറിയ പോലീസിൽ നിന്ന് നമ്മളൊരു കോൾ റിസീവ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൊളീഗ് കഴിഞ്ഞ ദിവസം ഗൺ ഷോട്ടിൽ മരിച്ചുപോയി. അതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ നടത്തുവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജൂലൈയിൽ നടത്തുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഫണ്ട് റേസിംഗ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തത്. ഇത്രയാണ് അവർ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. അനിയേട്ടന്റെ ഷോപ്പിന്റെ ആ ഒരു ഫോൺ നമ്പറിലേക്കാണ് കോൾ വന്നത്. അപ്പൊ വിക്ടോറിയ പോലീസിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനിയേട്ടൻ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി ലൈസൻസിന്റെ എന്തെങ്കിലും ഡീറ്റെയിലിനായിരിക്കും എന്നൊക്കെ കണ്ടോണ്ട്. അപ്പൊ ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റി പോലെ തോന്നി. അപ്പൊ ഞാൻ വേഗം അനിയേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പുള്ളിയോട് സംസാരിച്ചു. ഞങ്ങൾ ഫിനാൻഷ്യൽ ഹാർഡർഷിപ്പിലാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കാരണം ഒറിജിനൽ പോലീസാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ കിട്ടും, കടയുടെ പേരൊക്കെ ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി ഇങ്ങോട്ട് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളിപ്പോ ഫിനാൻഷ്യൽ ഹാർഡർഷിപ്പിലാണ്, എനിക്ക് ഇത്ര ഒരു എമൗണ്ട് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ര കടുപ്പിച്ച് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി പെട്ടെന്ന് ഹാങ്ങപ്പ് ചെയ്തിട്ട് പോയി. ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ വിക്ടോറിയ പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നോക്കി ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻസ് നടക്കുന്നുണ്ടോന്ന്. പക്ഷെ എനിക്ക് അതേപ്പറ്റി ഒരു ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേപോലെയുള്ള സ്കാം കോളുകൾ വളരെ കോമൺ ആണ് ഓസ്ട്രേലിയയിൽ. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം അല്ല നമുക്ക് സ്കാം കോളുകൾ വരുന്നത്. പക്ഷെ വിക്ടോറിയ പോലീസിൽ നിന്ന് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു കുറച്ച് പതറിപ്പോയായിരുന്നു അവിടെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അപ്പൊ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതേപോലെ നോ കോളർ ഐ ഡി എന്നൊക്കെ പറഞ്ഞു വരുന്ന കോളുകളിൽ അവർ നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ലൈക്ക് നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ ആക്സിഡന്റലി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ scamwatch.gov.au cyber.gov.au നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതേപോലെയുള്ള സ്കാം ആക്ടിവിറ്റീസിലൊന്നും പോയി പെടാതിരിക്കുക. സ്റ്റേ സേഫ് ഇൻ ഓസ്ട്രേലിയ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.